ഈ സ്വർണം ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണ്? വളരെ പ്രാകൃതമായ രൂപത്തിലായിരിക്കും. യാതൊരു ഷേപ്പുമില്ലാതെ തിളക്കമില്ലാതെയുള്ള രൂപത്തിലായിരിക്കും ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അതിനെ ഒരു ആഭരണമോ കിരീടമോ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെ വേദനാജനകമായ പെയിൻഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സുകളിൽ കൂടി കടന്നു പോയാൽ മാത്രമേ സ്വർണം ഒരു നല്ല കിരീടമാകുകയുള്ളൂ. അപ്പോൾ കിരീടമായി കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിൻ്റെ ചിഹ്നമായിട്ട് രാജാവിൻ്റെയോ ഒക്കെ തലയിലായിരിക്കും കിരീടം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്വർണത്തിനെ ആദ്യം തീയിൽ ഉരുക്കിയെടുത്ത് അതിനെ അടിച്ചു പരത്തി മുറിച്ച് മിനുക്കി വിളക്കി രാഗി മിനുക്കി എടുത്തു കഴിയുമ്പോഴാണ് നല്ല കിരീടമാകുന്നത്. അപ്പോഴാണ് അതിന് ആ കിരീടത്തിൻ്റെ സ്ഥാനമുണ്ടാകുന്നത്. അപ്പോൾ സ്വർണം പറയുക, എനിക്ക് കിരീടമാകണം, പക്ഷേ എനിക്ക് തീയിൽ ഉരുകാൻ പറ്റില്ല, എനിക്ക് എന്നെ മുറിക്കാൻ പറ്റില്ല, വിളക്കാൻ പറ്റില്ല, രാകാൻ പറ്റില്ല, മിനുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വർണം ഒരിക്കലും കിരീടമാകില്ല. അതുപോലെ തന്നെയാണ് കുട്ടികളും. കുട്ടികൾ പ്രാകൃതമായ നൈസർഗികമായ വാസനകളോടുകൂടി ജനിക്കുന്ന കുട്ടികളെ നല്ല ഒരു പരിശീലകൻ്റെ അല്ലെ അധ്യാപകൻ്റെ അല്ലെ നല്ല രക്ഷകർത്താവിൻ്റെ കയ്യിൽ കൂടി ആ കുട്ടിയുടെ നൈസർഗികമായ മോശമായ വാസനകളെയൊക്കെ മാറ്റിയിട്ട് സാംസ്കാരിക നിലയിലേക്ക് ഉയർത്തുന്നതിനാണ് നല്ല പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല പരിശീലനം കൊടുക്കുമ്പോൾ ഈ കുട്ടി ലോകത്തിൽ ഒന്നാമനായിട്ട് മാറും. അവരുടെ ആ മേഖലകളിൽ ലോകത്തിൽ ഒന്നാമനായിട്ട് മാറും. അപ്പോൾ കുട്ടി പറയുക, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, എനിക്ക് എന്നെ വഴക്ക് പറയാൻ പറ്റില്ല, എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ മേഖലകളിൽ നമ്മൾ ഒന്നാമനായി മാറുകയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഉള്ള നല്ല പരിശീലനം കൊടുക്കലാണ് ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം.